ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ച വിമൻസ് റിസർവേഷൻ ബില്ല് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റ് ആ ബില്ല് തള്ളിക്കളഞ്ഞ ബില്ലാണ്. എന്തായാലും എനിക്ക് BJP നേതാക്കൾക്കുള്ള വിമൻസ് റിസർവേഷൻ ബില്ലിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് നോക്കുന്നത്. തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? നിങ്ങൾ ഈ പറയുന്നത് 500 നിന്ന് 850 സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കേരളമടക്കം തമിഴ്നാടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ജനസംഖ്യയുടെ അനുപാതം പറഞ്ഞുകൊണ്ട് നമ്മുടെ സീറ്റിന്റെ എണ്ണം കുറയുകയാണ്. ഇത് കേവലം രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ് ഇതേപോലുള്ള കാര്യം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, പക്ഷേ നിങ്ങളുടെ വഴി കുറുക്കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കോമാളിത്തനം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വനിതാ സംവരണ ബിൽ പ്രമേയമായി ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM കോൺഗ്രസ് കൗൺസിലർമാർ ഉന്നയിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ CPM കൗൺസിലറായ, അതുകൂടാതെ പാർലമെൻ്ററി പാർട്ടി നേതാവ് കൂടിയായ, പ്രതിപക്ഷ നേതാവ് കൂടിയായ SP ദീപക്, അതുകൂടാതെ കോൺഗ്രസിൻ്റെ കൗൺസിലറായ ശബരിനാഥ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്ത് സംസാരിക്കുകയാണ്. ട്രിവാൻഡ്രത്തുള്ള ഒരു നഗരസഭയാണ്. നമ്മളൊരു പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ നഗരസഭയ്ക്കകത്ത് ഉള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടത്. പറയട്ടെ, ഇത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഇവിടെ അവതരിപ്പിച്ച വിമൻസ് റിസർവേഷൻ ബില്ല് പാർലമെന്റാണ് തീരുമാനിക്കേണ്ടത്. ഇന്ത്യയുടെ പാർലമെന്റ് ആ ബില്ല് തള്ളിക്കളഞ്ഞ ബില്ലാണ്. അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ ഇവിടെ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കുന്നത്, നമുക്കിത് അവതരിപ്പിക്കുമ്പോൾ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമല്ലോ ഇത് അവതരിപ്പിക്കാനായിട്ടുള്ളത്. അങ്ങ് പറയുക, ഇത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നഗരസഭാ കൗൺസിലിനകത്ത് ഇതുപോലുള്ള ഒരു ബില്ലിനെ സംബന്ധിച്ച്, തള്ളിക്കളഞ്ഞ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? പാടില്ലാത്ത നിയമങ്ങൾ വെച്ചുകൊണ്ട് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് നഗരസഭ മാറ്റാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ വൈദ്യുതി വിളക്ക് കത്തുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞാനത് തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന സന്ദർഭത്തിനകത്ത് ഒരു നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷയും ഇല്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. വിമൻസ് റിസർവേഷൻ ബില്ലിനെ സംബന്ധിച്ച് നേരത്തെ പാസാക്കിയതാണ്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്തിനകത്ത് വിമൻസ് റിസർവേഷൻ ബില്ല് പാസാക്കിയതാണ്. ഇനി നമ്മുടെ നഗരസഭ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിമൻസ് റിസർവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ കേരള സംസ്ഥാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നിപ്പോ 33% റിസർവേഷന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ നഗരസഭയ്ക്കകത്തിരിക്കുന്ന. അങ്ങനെ നിയമപരിരക്ഷയില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇത് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കണം. ഇത് പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മേയറെ പോലുള്ള ആളുകൾ ഇതിന് കൂട്ടുനിൽക്കരുത് എന്നുള്ളതാണ്. ഇത് കേവലം രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമാണ് ഇതേപോലുള്ള കാര്യം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇവിടെ കേരളത്തിനകത്ത് ഒരുപാട് മുനിസിപ്പാലിറ്റികളുണ്ട്, ഒരുപാട് നഗരസഭ പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം ഇനിയിപ്പോ എന്താണ് നമ്മുടെ പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുന്ന നിരവധി ബില്ലുകളുണ്ട്. ആ ബില്ലുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ പറയുന്ന നഗരസഭയ്ക്കകത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് സ്ഥലങ്ങളിലും എല്ലാം ഇതുപോലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചാൽ എങ്ങനെയിരിക്കും നമ്മുടെ നിയമപരിരക്ഷ എന്ന് പറയുന്നത്? ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലുള്ള കോമാളിത്തനം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നഗരസഭാ കൗൺസിലിന് കഴിയണമെന്നുള്ളതാണ്. ഇന്ന് വനിതാ സംരക്ഷണ ബില്ലിനെ കുറിച്ചും റിസർവേഷൻ ബില്ലിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർക്കൊക്കെ ഒരു അവസരം നൽകിയത് അന്നുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള 30% അനുവാദം കാരണമാണെന്നുള്ളത് സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം.
എന്തായാലും എനിക്ക് BJP നേതാക്കൾക്കുള്ള ഈ വിമൻസ് റിസർവേഷൻ ബില്ലിനോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി. അവർ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് നോക്കുന്നത്. ഇപ്പോഴുള്ള ഈ 540 സീറ്റും കൊണ്ട് അടുത്ത ലോക്സഭാ ഇലക്ഷനിലേക്ക് പോവുകയാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും എന്നുള്ള ഭീതിയുള്ളത് കൊണ്ടാണ് ഇവിടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് 850 സീറ്റുകളാക്കിക്കൊണ്ട് കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ, UP, ബീഹാർ പോലെ BJPക്ക് സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളുടെ സീറ്റുകൾ 2 ഇരട്ടിയാക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബില്ലിന്റെ പേരിലുള്ള രോദനം. ബില്ല് 2023 കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളൊക്കെ വരണം, വനിതാ റിസർവേഷൻ വരണമെന്നുള്ളത് നമ്മുടെ നയത്തിൽ പറയുന്ന, പാർട്ടിക്കകത്ത് നയത്തിനടക്കം പറയുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഈ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞതിനോടൊപ്പം ഒരു കാര്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. നിങ്ങൾ പറയുന്ന ഈ ബില്ല് വന്നാൽ ഈ കേരളം അടക്കമുള്ള അങ്ങ് ഭരിക്കുന്ന, അങ്ങ് മേയറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള പ്രദേശം നിൽക്കുന്ന നമ്മുടെ ഈ നാടിന്റെ പ്രാതിനിധ്യം കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു ഭയം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർക്ക് ഇല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്നത് 500 നിന്ന് 850 സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കേരളമടക്കം തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവിടെ ജനസംഖ്യയുടെ അനുപാതം പറഞ്ഞുകൂടി നമ്മുടെ സീറ്റിന്റെ എണ്ണം കുറയുകയാണ്. അപ്പോൾ വിമൻസ് റിസർവേഷൻ നടത്തുന്നതിൽ ഒരു തെറ്റും നമ്മൾ ആരും പറയുന്നില്ല. അത് കൊണ്ടുവന്നത് UDF കോൺഗ്രസ് ആണ്. നമ്മൾ പറയുന്നത് അത് കൊണ്ടുവരാനുള്ള നിങ്ങൾ കാണിക്കുന്ന മാർഗം തെറ്റാണ്. എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരു കാര്യത്തിൽ ശ്രീ ദീപകിനോട് ഞാൻ അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയട്ടെ. അത് അവർക്ക് പറയാനുള്ള അവസരം, കാരണം നമ്മളും നിയമസഭയിലൊക്കെ പറയാനുള്ളത് നമ്മളും പറയുന്നതാണ്, തെറ്റില്ല. ഏത് സഭ അത് ഭരണപക്ഷമായാലും അവിടെ ഒരു നയം പറയണമെങ്കിൽ പറയാനുള്ള അവസരം കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ തള്ളിക്കോളും. ഇവിടെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കണം എന്നുള്ളത് കോൺഗ്രസും UDFും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് പിൻവാതിലൂടെ BJPയുടെ മെമ്പർമാരെ ഉണ്ടാക്കുവാൻ വേണ്ടി കേരളമടക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറച്ചുകൊണ്ട്, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, നിങ്ങളുടെ BJP സ്റ്റേറ്റ് പ്രസിഡന്റൊക്കെ നിയമസഭ മത്സരിച്ചിരിക്കുകയാണല്ലോ, നാളെ കേരളത്തിലേക്ക് ലോക്സഭയുടെ സീറ്റുകൾ കുറയണമെന്നാണോ നിങ്ങൾ പറയുന്നുള്ള കാര്യം കൂടി ചോദിച്ചുകൊണ്ട് വനിതാ സംവരണ ബില്ലിൽ അത് തുടക്കക്കാരാക്കിയ ഇന്ന് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒക്കെയുള്ള അവസരം നൽകിയ ശ്രീ രാജീവ് ഗാന്ധിയെ, നരസിംഹറാവുവിനെയൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ന്യായമാണ്, പക്ഷെ നിങ്ങളുടെ വഴി കുറുക്കോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. എന്തായാലും പാർലമെന്ററി പാർട്ടി നേതാവ് ഉൾപ്പെടെ ശബരിനാഥ് ഉൾപ്പെടെ പറയുന്നത്, ഈ ഒരു പ്രമേയത്തിനെതിരെ പറയുന്നത്, തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെയാണ് ഇത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.